നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ പുലിവാലി പിടിച്ച അവസ്ഥയിലായിരിക്കുകയാണ്. അദ്ദേഹം കുടുങ്ങിയിരിക്കുകയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ 100% ഏത് വ്യക്തിക്കും അത് മനസ്സിലാകും. നിങ്ങൾക്കറിയാം, ട്രംപ് പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ യുദ്ധങ്ങൾക്കില്ല, യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യലാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ വഴി എന്ന് പറയുന്നത് നയതന്ത്രത്തിൻ്റെ വഴിയാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഞാൻ ഒരു ദിവസം കൊണ്ട് നിർത്തൽ ചെയ്യും. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം ഞാൻ നിർത്തും. ഇങ്ങനെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യും എന്ന് പറഞ്ഞു വന്ന ട്രംപ് എന്തായാലും ശരി, ഉക്രൈൻ റഷ്യ യുദ്ധം ഇതുവരെ നിന്നിട്ടില്ല. പക്ഷേ ഈ ദശാബ്ദത്തിലെ തന്നെ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള യുദ്ധത്തിന് തുടക്കമിട്ട് വച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ലോകം ഏതാണ്ടൊരു പകുതിയോളം നിശ്ചലമായ അവസ്ഥയിലാണ്. ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യുദ്ധം, ഞാൻ ഒരിക്കലും യുദ്ധങ്ങൾ തുടങ്ങില്ല എന്ന് പറഞ്ഞ ട്രംപ് എന്തുകൊണ്ട് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിലൊന്നാമത്തെ കാരണമായിട്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് എംസ്റ്റീൻ ഫയൽസാണ്. അതിൽ ട്രംപിൻ്റെ പേരുണ്ട്. അതിലെന്തൊക്കെ ട്രംപിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, അതിലെന്തൊക്കെ തെളിവുകൾ ഇങ്ങേർക്കെതിരെ ഉണ്ട് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് അറിയാമായിരിക്കും. അതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധം കാണും. ആ ബോധം അദ്ദേഹത്തിന് ഒരുതരം ഭ്രാന്ത് മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ഇദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം ഈ അടുത്ത കാലത്ത് ഒരുപാട് രാജ്യങ്ങൾക്കെതിരെ തീരുവ ചുമത്താൻ തുടങ്ങി. ഇന്ത്യക്കെതിരെയും മറ്റ് പല രാഷ്ട്രങ്ങൾക്കെതിരെയും അദ്ദേഹം തീരുവ ചുമത്തുകയാണ്. അതായത്, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സാധനങ്ങൾ നിങ്ങൾ വലിയ തീരുവയ്ക്കാണ് അവിടെ ഇറക്കുന്നത്, വിൽക്കുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ പക്കൽ നിന്നും അങ്ങനെ തീരുവ ഈടാക്കുന്നില്ല, അതുകൊണ്ട് പകരച്ചുങ്കം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞ് തുടങ്ങിയ കലാപരിപാടിയാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് അമേരിക്കയിലെ സുപ്രീം കോടതി അതങ്ങ് റദ്ദ് ചെയ്തു. പ്രസിഡന്റിന് അത് ചെയ്യാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞു. അത് ട്രംപിൻ്റെ മുഖത്തേറ്റ അടിയായിരുന്നില്ല, സത്യം പറഞ്ഞാൽ ചവിട്ടായിരുന്നു. ട്രംപിന് ലഭിച്ച ഏറ്റവും വലിയ അപമാനമായിട്ടാണ് ആ സുപ്രീം കോടതി വിധി വന്നത്. അതിൻ്റെ പിന്നാലെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. അതിൻ്റെ പിന്നാലെ അമേരിക്കയിൽ ഒരു സർവേ നടന്നു. ആ സർവേ അനുസരിച്ച് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട പ്രസിഡന്റ് ട്രംപ് ആണെന്നാണ് അവിടുത്തെ ജനത പറഞ്ഞത്. അവിടുത്തെ ഭൂരിപക്ഷം ജനതയും പറയുന്നത് ട്രംപ് അമേരിക്ക കണ്ട ഏറ്റവും മോശപ്പെട്ട പ്രസിഡന്റാണ്. അതിൻ്റെ പിന്നാലെ അതിൻ്റെ ഒപ്പം തന്നെ വന്ന മറ്റൊരു റിസൾട്ടാണ്, വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കനത്ത പരാജയമുണ്ടാകുമെന്ന്. ട്രംപിൻ്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. ആ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് നിരവധി തിരിച്ചടികൾ നേരിട്ട ട്രംപ് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് കണ്ടെത്തിയതാണ് ഇറാനുമായിട്ടൊരു കരാർ ഉണ്ടാക്കുക. ഇതുവരെയും ഒരു പ്രസിഡന്റിന് സാധിക്കാത്ത കാര്യം, ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ വിരട്ടി ഇറാനെ കൊണ്ട് സാധിപ്പിക്കും എന്ന് കരുതിക്കൊണ്ടാണ് അദ്ദേഹം ഇതിലേക്ക് ഇടപെട്ടത്. അവിടെ നിന്നും വലിയ യുദ്ധവിമാന വാഹിനികളും മറ്റും ഇങ്ങോട്ട് അയച്ച് സന്നാഹമൊക്കെ കാണിച്ച് ശക്തമായ ഭാഷയൊക്കെ ഉപയോഗിച്ച് ഇറാനെ വിരട്ടി താൻ എന്തു പറയുന്നോ അതേപടി അവരൊരു കരാറിൽ ഒപ്പിടും എന്ന് വ്യാമോഹിച്ചുകൊണ്ട് ട്രംപ് സകല ഒരുക്കങ്ങളും നടത്തി. പക്ഷേ ഇറാൻ്റെ നിലപാടിൽ നിന്നും മാറില്ല എന്നുള്ളത് ട്രംപിന് മനസ്സിലായി, നെതന്യാഹുവിന് മനസ്സിലായി. അതിൻ്റെ കാരണം അവരുടെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയി ആണെന്ന് ഇവർ രണ്ടുപേരും തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും അങ്ങനെ കരുതി. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകില്ല, അദ്ദേഹമാണ് ഇറാൻ്റെ കടുംപിടുത്തത്തിൻ്റെ പിന്നിൽ എന്ന് ട്രംപും നെതന്യാഹുവും കൂടി അങ്ങ് തീരുമാനിച്ചു. അതിൻ്റെ പേരിൽ ആയത്തുള്ള അലി ഖമനേയിയെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നെക്സ്റ്റ് അജണ്ട. ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇറാൻ താൻ പറയുന്ന വഴിക്ക് വരുമെന്നും തൻ്റെ കൽപ്പനകൾ അവർ അക്ഷരം പ്രതി അനുസരിക്കുമെന്നും ട്രംപ് വിശ്വസിച്ചു. അതിന് നടത്തിയ വലിയൊരു നാടകമായിരുന്നു ഈ ചർച്ചകൾ മൊത്തം. അതായത്, ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തി അമേരിക്ക യുദ്ധത്തിനല്ല ഒരു ഡീലുണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി. നമുക്കറിയാം, ഈ ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ചർച്ചകൾ വളരെയധികം പോസിറ്റീവായിരുന്നു, വളരെയധികം പ്രതീക്ഷയുണ്ട്. മൂന്നാമത്തെ റൗണ്ട് ചർച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, വളരെയധികം പുരോഗതി ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഒരു ഡീലിനോട് വളരെയധികം അടുത്തു കഴിഞ്ഞു, അമേരിക്കയുമായിട്ടുള്ള ഒരു കരാർ ഏറെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം ഇറാന് ഒരുപാട് പ്രതീക്ഷകൾ
ആ ചർച്ചകളിലൂടെ ഇവർ കൊടുത്തു. ട്രംപിൻ്റെ കണക്കൂട്ടൽ ഇതായിരുന്നു: ഇങ്ങനെ ചർച്ച നടത്തി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നല്ലൊരു കരാർ ഉണ്ടാക്കാനും ഞാൻ തയ്യാറാണ് എന്ന് ഇറാൻ ചിന്തിക്കുമ്പോൾ ഒരിക്കലും യുദ്ധത്തെക്കുറിച്ച് അവർ കണക്കുകൂട്ടില്ല എന്ന് തന്നെ ട്രംപ് കരുതി. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്താൻ അവർ തിരഞ്ഞെടുത്ത സമയം കൂടി നമ്മൾ നോക്കണം. സാധാരണ മട്ടിൽ ഇവർ യുദ്ധങ്ങൾ നടത്തുന്നതോ അല്ലെങ്കിൽ തുടങ്ങുന്നതോ ഒക്കെ രാത്രിയിലായിരിക്കും. രാത്രിയിലാണ് സാധാരണ മട്ടിൽ യുദ്ധങ്ങൾ തുടങ്ങുന്നത്. എന്നാൽ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്താനായിട്ട് ഇവർ തിരഞ്ഞെടുത്ത സമയം പ്രഭാതമായിരുന്നു. രാവിലെ ഏതാണ്ട് 8 മണിക്കോ 9 മണിയോ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട്, അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഡീലിലേക്ക് എത്താൻ പോവുകയാണ് എന്നുള്ള പ്രതീതിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇറാൻ ഏതാണ്ട് ഒരു പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്ത്, യുദ്ധമൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ധാരണയിലിരിക്കുന്ന സമയത്ത്, അഥവാ ഉണ്ടായാൽ അത് രാത്രിയിലേ ഉണ്ടാവൂ എന്നുള്ള ഒരു ചിന്തയിലുമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവർ അവിടെ കയറി ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടത്തി ഖമനേയിയെ കൊലപ്പെടുത്തി. ഖമനേയിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഇറാൻ തകർന്നു പോകുമെന്നും ഇറാൻ്റെ ഭരണകൂടം പിന്നെ തൻ്റെ വാലാട്ടിയായിട്ട് പിന്നാലെ വരുമെന്നുമാണ് ട്രംപ് കണക്കൂട്ടിയത്. പക്ഷേ ട്രംപ് യഥാർത്ഥത്തിൽ പുലിവാല് പിടിച്ചത് ഖമനേയിയെ കൊലപ്പെടുത്തിയതോടെയാണ്. ഖമനേയിയെ കൊലപ്പെടുത്തിയതോടുകൂടി ഇറാൻ്റെ ഉശിരും വാശിയും ഇരട്ടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് ഇവിടെ വന്ന് ഇറാനെ കൊണ്ട് തൻ്റെ കൽപ്പന അവരെ അനുസരിപ്പിച്ച് തനിക്ക് അമേരിക്കയിൽ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാമെന്ന് കണക്കുകൂട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സകല കണക്കുകൂട്ടലും തകർത്തുകൊണ്ട് ഇറാൻ ഇപ്പോൾ ശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ്. അതുമാത്രമല്ല, ഗൾഫ് മേഖല ഒന്നടങ്കം ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണ്. ലോകം മൊത്തം ഇപ്പോൾ ഇതിന് ട്രംപിനെ തന്നെയാണ് പഴിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ട്രംപാണ്. ട്രംപ് മൂലമാണ് ഇപ്പോൾ ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ലോകത്തുള്ള സകല ആൾക്കാരും, പ്രത്യേകിച്ചും മൊത്തം അമേരിക്കൻസും, അമേരിക്കയിലെ 80% ആൾക്കാരും ഈ യുദ്ധത്തിനെതിരാണ്. അപ്പോൾ ട്രംപ് എങ്ങനെയെങ്കിലും ഈ യുദ്ധം നിർത്തണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിന് പടച്ചുവിട്ട ഒരു നുണയാണ്, ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നു, അവരെന്നെ അത് അറിയിച്ചു, ഞാനും ചർച്ചകൾക്ക് തയ്യാറാണ്. തൊട്ട് പിന്നാലെ ഇറാൻ്റെ മറുപടി വന്നു, ഒരു ചർച്ചയും ഇനി അമേരിക്കയുമായിട്ടില്ല. ഒരു ചർച്ചയും ഇനി ഇല്ലെന്ന് മാത്രമല്ല, ഈ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയും ഇസ്രായേലും ആണെങ്കിൽ ഈ യുദ്ധം തീരുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ട് മാത്രമായിരിക്കും. ഈ യുദ്ധം എപ്പോൾ തീരണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന ശക്തമായിട്ടുള്ള മറുപടിയാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കാണും, അമേരിക്കയുടെ കുറേ സൈനികർ ഇറാൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, കുറേയേറെ പേർക്ക് പരിക്ക് പറ്റി, അമേരിക്കയുടെ നിരവധി വിമാനങ്ങൾ കുവൈറ്റിൽ ഇറാൻ വെടിവെച്ചിട്ടു. ഇങ്ങനെ തിരിച്ചടികൾക്ക് പിന്നാലെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ട്രംപ് എങ്ങനെ ഈ പുലിവാലിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ള ചിന്തയിലാണ്. പക്ഷേ ട്രംപ് അതിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ട്രംപിന് രക്ഷപ്പെടാൻ പോകുന്നില്ല, നെതന്യാഹുവിന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നെതന്യാഹു യുദ്ധത്തിന് പിന്നാലെ പോകുന്നത് അയാൾക്കെതിരെ നിരവധി കേസുകൾ ഇസ്രായേലിൽ നിലനിൽക്കുന്നുണ്ട്. അയാളെ വിസ്തരിക്കാൻ വേണ്ടി കോടതിയിൽ കേസുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് എപ്പോഴും യുദ്ധം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങി അവർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ മാത്രമല്ല, ഇത് എപ്പോൾ തീരും, എങ്ങനെ തീരും എന്നവർക്ക് പറയാൻ പറ്റില്ല. ട്രംപിന് ഉണ്ടായിരുന്ന ഇമേജ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും അങ്ങോട്ടുള്ളത് ട്രംപിൻ്റെ നിയന്ത്രണത്തിലല്ല. ട്രംപിൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ പോയി. ഇനി എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ചിന്തയിലാണ് അതിയാനിരിക്കുന്നത്. ഇനി ട്രംപിൻ്റെ രക്ഷ അങ്ങ് മുകളിലിരിക്കുന്ന ആൾ തീരുമാനിക്കും. പക്ഷേ അദ്ദേഹം ഒരിക്കലും ട്രംപിനും നെതന്യാഹുവിനും അനുകൂലമായിട്ട് തീരുമാനമെടുക്കാൻ പോകുന്നില്ല, 100%. താങ്ക് യു.